കാരണം ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് എല്ലാവരും പോകുന്നുണ്ട്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടെന്നുള്ളതല്ലാതെ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് നമ്മളെടുക്കുന്ന ഓരോ വ്രതത്തിൻ്റെയും അല്ലെങ്കിൽ അവിടെ നടത്തുന്ന ഓരോ അനുഷ്ഠാനത്തിൻ്റെയും പ്രാധാന്യം ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് എത്ര പേര് പോകുന്നുണ്ട് ശബരിമല? ആരാണ് അതിനൊരു അവർക്കൊരു ഗൈഡൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊടുക്കുന്നത്, ഒരു മാതൃക കാട്ടുന്നത്? പല വിഭാഗങ്ങളിലും പക്ഷെ അങ്ങനല്ല. അവർ തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ അതിന് മുൻപായി അവർക്ക് കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നൽകാറുണ്ട്. എങ്ങനെയാണ് ഇതിനു വേണ്ടി തയ്യാറാകേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ചെറിയ കൈപ്പുസ്തകങ്ങൾ നൽകാറുണ്ട്. അവർക്കതിനൊരു മാർഗനിർദ്ദേശം നൽകാറുണ്ട്. അതേ രീതിയിൽ തന്നെ തീർച്ചയായിട്ടും ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടും തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകുക എന്ന് പറയുന്നത് ഈ അവസരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതും പ്രായോഗികമായി നടപ്പിലാക്കേണ്ടതുമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുതന്നെയായിരിക്കും നമുക്ക് സംപൂജ്യനായ കളത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ സ്വാമികളുടെ മുൻപിൽ വെക്കാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, തീർച്ചയായിട്ടും അദ്ദേഹം നടന്നുപോയ ശരണ വഴികളിലൂടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ വീണ്ടും കടന്നു പോകും. അദ്ദേഹത്തിൻ്റെ സ്മരണ നമ്മളെല്ലാവരും എന്നും ഓർക്കുകയും ചെയ്യും. കാരണം ആ രീതിയിൽ ജീവിച്ച, ആ രീതിയിൽ മറ്റുള്ളവരെ ജീവിക്കുവാൻ പ്രേരിപ്പിച്ച, ആ രീതിയിൽ വലിയൊരു സംഘത്തിന് നേതൃത്വം നൽകിയ മഹാനായ ഒരു സ്വാമി ഭക്തൻ തന്നെയായിരുന്നു ചന്ദ്രശേഖരനായ സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇന്നത്തെ കാലത്ത് ഞാനിപ്പോൾ ബഹുമാന്യനായ രാജേട്ടനോട് സൂചിപ്പിക്കുകയുണ്ടായി, കേരളത്തിന് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ പറയുന്നത് അനൗചിത്യമല്ല എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ടാണല്ലോ ഒരു വയോജന വകുപ്പ് ഗവൺമെൻറ് ആരംഭിച്ചത്. പ്രായമുള്ള അച്ഛനമ്മമാരെ നോക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുണ്യമാണെന്ന് കരുതിയ 2 മക്കൾ കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൂടി പറയാതിരിക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ട ഹരിയും പ്രിയപ്പെട്ട കൃഷ്ണനും. ഹരി ഈ ഒരു കാര്യത്തിന് വേണ്ടി, അദ്ദേഹത്തെ പരിചരിക്കുന്നതിന് വേണ്ടി മാത്രം PRS എടുക്കാൻ വേണ്ടിയുള്ള ചില പേപ്പറുകൾ എന്നെ കൊണ്ട് ഈ അടുത്തിടയ്ക്ക് ഒപ്പിടിച്ച് വാങ്ങിക്കുകയുണ്ടായി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എത്രയോ ഭാഗ്യവാനായിരുന്നു ബഹുമാന്യനായ സ്വാമികൾ. ഇതുപോലെയുള്ള 2 മക്കളുടെ പരിചരണത്തിൽ സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം കണ്ടുകൊണ്ട്, ഗംഗാജലവും വാങ്ങി കഴിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ട്, സ്വാമി നാമത്തിൽ ജപിച്ചുകൊണ്ട്, സ്വാമിനാമം ജപിച്ചുകൊണ്ട് ഭൂതനാഥൻ്റെ പാതാരബിന്ദങ്ങളിൽ ലയിക്കുവാൻ സാധിച്ചു എന്ന് പറയുന്നത് മഹാഭാഗ്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഈ 2 മക്കളും അദ്ദേഹത്തിന് അതിന് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം എല്ലാ വിശിഷ്ടാതിഥികളുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. എല്ലാവരും എഴുന്നേറ്റിരിക്കുന്നതാണ്.
ഉം.